നമസ്കാരം. ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിലെ ടി വീണയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണയെ അടുത്തയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം 10 മണിക്കൂറോളം ED വീണയെ ചോദ്യം ചെയ്തിരുന്നു. കൊച്ചിയിലെ ED ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. രാവിലെ 11-ന് ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 8-നാണ് അവസാനിച്ചത്. വീണയുടെ HDFC ബാങ്കിലെ ലോക്കറും ED പരിശോധിച്ചിരുന്നു. അതേസമയം മാസപ്പടി കേസിൽ ED അന്വേഷണം പിണറായി സർക്കാരിലേക്കും നീളും. വീണയ്ക്ക് CMRL കരാർ എങ്ങനെ ലഭിച്ചു എന്നതിൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. വീണയ്ക്ക് നൽകിയ മാസപ്പടിക്ക് പിന്നിൽ CMRLന് സർക്കാരിൽ നിന്ന് ലഭിച്ച വഴിവിട്ട സഹായങ്ങളെന്ന നിഗമനത്തിലൂന്നിയാണ് അന്വേഷണം. കരാറിലെ അഴിമതി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരും CMRLും തമ്മിലുള്ള ഇടപാടുകളിലാണ് അന്വേഷണം നടക്കുക. എന്നാൽ കരാർ ലഭിച്ചതിൽ അസ്വാഭാവികതയില്ലെന്നാണ് വീണ പറയുന്നത്. എന്നാൽ ED വീണയുടെ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല. കൃഷി സഹമന്ത്രി ഭഗീരഥ് ചൗധരിക്കെതിരെ ഗുരുതര ആരോപണം. പച്ചക്കറി കൃഷിക്ക് വേണ്ടി കേന്ദ്രമന്ത്രി 1 കോടി സബ്സിഡി വാങ്ങിയെന്നാണ് ആരോപണമുയരുന്നത്. മന്ത്രി സ്വന്തം തോട്ടത്തിലെ വെള്ളരിക്ക കൃഷിക്ക് സബ്സിഡി വാങ്ങിയതായാണ് ആരോപണം. കർഷകർക്ക് ലഭിക്കേണ്ട തുകയാണ് മന്ത്രി സ്വന്തമാക്കിയതെന്നാണ് ആരോപണമുയരുന്നത്. അയോധ്യ സംഭാവന കൊള്ളക്കേസും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിനെതിരെയുള്ള ഭൂമി കുംഭകോണവും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും കത്തിനിൽക്കുന്നതിനിടയിലാണ് കേന്ദ്രമന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രിക്കെതിരെയും ആരോപണമുയരുന്നത്. ഇത് BJPയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് കരുതുന്നത്. ഒരു വശത്ത് സമാധാന ചർച്ചകളും ധാരണകളുമൊക്കെ തകൃതിയായി നടക്കുമ്പോൾ മറുവശത്ത് നിലയ്ക്കാതെ യുദ്ധം. ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളിൽ US വീണ്ടും ആക്രമണം നടത്തി. ഹോർമൂസിൽ കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് ഇറാന്റെ ഡാർക്ക് കേന്ദ്രങ്ങളിലടക്കം US സൈന്യം ആക്രമണം അഴിച്ചുവിട്ടത്. ഹോർമൂസ് കടലിടുക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ലയേറിയ ഭീമൻ ചരക്ക് കപ്പലിന് നേരെ 4 ഡ്രോണുകൾ ഇറാൻ തൊടുത്തുവെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചത്. ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഡ്രോൺ കപ്പലിൽ പതിക്കുകയും കപ്പലിന് കേടുപാടുകളും ഉണ്ടായി. മറ്റു 3 ഡ്രോണുകൾ തകർത്തെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു. സിംഗപ്പൂർ പതാക ഘടിപ്പിച്ച ചരക്കു കപ്പലിന് നേരെയാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്നാണ് സൂചന. പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി ശക്തമായ ഭൂചലനം. ശനിയാഴ്ച രാവിലെയാണ് റിക്ടർ സ്കെയിലിൽ 5.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4 തവണ ഭൂചലനം അനുഭവപ്പെട്ടുവെന്ന് അധികൃതർ പറഞ്ഞു. തലസ്ഥാനമായ ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ പ്രകമ്പനമാണ് അനുഭവപ്പെട്ടത്. ആളപായമോ വലിയ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻ പാക് ക്രിക്കറ്റ് താരം ഷോയിബ് അക്തറിന്റെ സഹോദരന്റെ സംസ്കാര ചടങ്ങിൽ ലഷ്കർ ഭീകരരും പങ്കെടുത്തതായി റിപ്പോർട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ സെയ്ഫുള്ള കസൂരി ഉൾപ്പെടെയുള്ള ഭീകരർ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ 24-നാണ് ഷോയിബ് അക്തറിന്റെ സഹോദരൻ ഷാഹിദ് അക്തർ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. സംസ്കാര ചടങ്ങിൽ ലഷ്കർ സ്ഥാപകനായ ഭീകരൻ ഹഫീസ് സയീദിന്റെ അടുത്ത അനുയായികളും പങ്കെടുത്തിരുന്നു. ആറ്റുകാലിൽ വാടക വീട്ടിൽ യുവതി ജീവനൊടുക്കി. വർക്കല സ്വദേശിനി ആരതിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിന്റെ പീഡനത്തെ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയതെന്ന് കുടുംബം ആരോപിച്ചു. 1.5 വർഷം മുമ്പായിരുന്നു ആരതിയുടെയും അതുലിന്റെയും വിവാഹം. 50 പവൻ സ്വർണം വിവാഹ സമയത്ത് കുടുംബം ആരതിക്ക് നൽകിയിരുന്നു. അതുൽ പല ഘട്ടങ്ങളിലായി ഇത് പണയം വെക്കുകയും ഏറ്റവും ഒടുവിൽ 8 ലക്ഷം രൂപയ്ക്ക് സ്വർണം വിൽക്കുകയും കാർ വാങ്ങുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ഇരുവരും തമ്മിലുള്ള വഴക്കിന് കാരണമായിരുന്നു. പിന്നീട് പണം ആവശ്യപ്പെട്ടും അതുൽ ആരതിയെ ഉപദ്രവിച്ചിരുന്നതായി കുടുംബം ആരോപിച്ചു. നിർത്തിയിട്ടിരുന്ന കാറിന്റെ എയർ ബാഗ് പൊട്ടിത്തെറിച്ച് രക്തം വാർന്ന് യുവാവ് മരിച്ചു. കാശ്മീർ സ്വദേശി മോഹിത് സോണിയാണ് മരിച്ചത്. കാറിന്റെ സ്റ്റിയറിംഗ് വീലിലെ എയർ ബാഗ് പെട്ടെന്ന് പുറത്തേക്ക് വരികയും അതിന്റെ പ്ലാസ്റ്റിക് കവചം കഴുത്തിൽ ഇടിക്കുകയുമായിരുന്നു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മോഹിതിനെ കണ്ട കാൽനടയാത്രക്കാരനാണ് വിവരം പ്രദേശവാസികളെ അറിയിച്ചത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആഴത്തിലുള്ള മുറിവേറ്റ മോഹിത് രക്തം വാർന്ന് ബോധരഹിതനാവുകയായിരുന്നു. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന 10 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതായി. വിവിധ കാലയളവിലായി കളഞ്ഞു കിട്ടിയതും
കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും മറ്റും കണ്ടെത്തി സ്റ്റേഷനിൽ ഏൽപ്പിച്ചതുമായ സ്വർണമാണ് നഷ്ടപ്പെട്ടത്. സ്വർണ്ണാഭരണങ്ങൾ സ്റ്റേഷനിൽ കാണാനില്ലെന്ന് കൊണ്ടോട്ടി ASP മലപ്പുറം SP നൽകിയ റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്റ്റേഷനിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു പ്രധാന ഉദ്യോഗസ്ഥനെതിരെയാണ് സംശയത്തിന്റെ മുന നീളുന്നത്. ശ്രീലങ്കയിൽ സ്കൂബ ഡൈവിംഗിനിടെ മലയാളി യുവാവ് മരിച്ചു. മലപ്പുറം വേങ്ങര സ്വദേശി MK മുഹമ്മദ് ഇർഫാദാണ് മരിച്ചത്. വെള്ളിയാഴ്ചയാണ് സംഭവം. സ്കൂബ ഡൈവിംഗ് നടത്തുന്നതിനിടെ കടലിൽ വെച്ച് ഹൃദയാഘാതമുണ്ടാവുകയായിരുന്നു. അവശനിലയിലായ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 10 ദിവസം മുമ്പായിരുന്നു ഇർഫാന്റെ വിവാഹം. ഭാര്യയ്ക്കൊപ്പം ശ്രീലങ്കയിലേക്ക് മധുവിധയാത്ര പോയതാണ്. ചില സുഹൃത്തുക്കളും ഒപ്പമുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പായി കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെള്ളിയാഴ്ച ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തു. ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് ആസ്ഥാനത്ത് വിളിച്ചുവരുത്തിയാണ് ചോദ്യം ചെയ്തത്. 8 മണിക്കൂറോളം നേരം ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നു. 2025 ദ്വാരപാലക പാളികൾ കൊണ്ടുപോയ സംഭവത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തത്. ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് G പോരാട്ടത്തിൽ ഇറാനെ സമനിലയിൽ തളച്ച് ഈജിപ്ത് നോക്കൌട്ടിൽ കടന്നു. ഈജിപ്തിനു വേണ്ടി 5-ാം മിനിറ്റിൽ മഹ്മൂദ് സാബിറും ഇറാനു വേണ്ടി 14-ാം മിനിറ്റിൽ റമിൻ റസിയാനും ലക്ഷ്യം കണ്ടു. ഗ്രൂപ്പ് Gയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൗണ്ടിലേക്ക്. വാൻകൂവറിലെ ബിസി പ്ലേസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് H പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഉറുഗ്വേയെ വീഴ്ത്തി സ്പെയിൻ. എതിരില്ലാത്ത 1 ഗോളിനാണ് സ്പാനിഷ് ജയം. 47-ാം മിനിറ്റിൽ അലക്സ് ബയേനയാണ് വിജയ ഗോൾ നേടിയത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.